ആറാമത്തെ ടാസ്കായ പൂച്ചയ്ക്കാരും മണികെട്ടും എന്ന് പറയുന്ന ടാസ്കിൽ അപ്പൊ ജയിച്ചത് ഋഷിയും അതുപോലെ തന്നെ ശ്രീതുവുമായിരുന്നു. അപ്പൊ ടങ് ട്വിസ്റ്റർ ആയിരുന്നു ടാസ്ക്. ആദ്യത്തെ റൗണ്ടിലും രണ്ടാമത്തെ റൗണ്ടിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഋഷി ആയിരുന്നു. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ നിന്ന് ഋഷിക്ക് 1 പോയിന്റും രണ്ടാമത്തെ റൗണ്ട് ചെയ്യുമ്പോൾ 2 പോയിന്റും ടോട്ടൽ അങ്ങനെ ഋഷിക്ക് 3 പോയിന്റ് കിട്ടി. മൂന്നാമത്തെ റൗണ്ട് കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് 3 പോയിന്റ് ആയിരുന്നു. അപ്പൊ ശ്രീതു മൂന്നാമത്തെ റൗണ്ടിൽ ടങ് ട്വിസ്റ്റർ ആയിരുന്നു കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ശ്രീതുവിന് 3 പോയിന്റ് കിട്ടി. അപ്പൊ രണ്ടുപേർക്കും 3 പോയിന്റ് വെച്ച് കിട്ടി. അപ്പൊ ശ്രീതു ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു, കാരണം മലയാളം അറിയില്ലല്ലോ. എന്നിട്ട് ശ്രീതു ആണ് അപ്പൊ അതിൽ ജയിച്ചത്. ശ്രീതുവിന് പോയിന്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അർജുൻ വന്നപ്പോഴത്തേക്കും ശ്രീതു പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു അർജുനെ എന്നൊക്കെ പറഞ്ഞ് ശ്രീതു ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെ ആയിരുന്നു. അതെന്തായാലും അടിപൊളിയായി. എപ്പിസോഡിൽ പക്ഷെ മറ്റ് 2 ടാസ്കുകളും ഉണ്ടായിരുന്നില്ല. 30 മിനിറ്റോളം ഈ ടാസ്ക് തന്നെയായിരുന്നു കാണിച്ചിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള സംഭവമായിട്ടാണ് തോന്നിയത്. 30 മിനിറ്റോളം ഈ ടാസ്ക് കാണിക്കാൻ മാത്രമുള്ള രസമോ കാര്യങ്ങളോ ഒന്നും ഈ ടാസ്കിൽ ഉണ്ടായിരുന്നില്ല. പകുതി ഭാഗം കട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. എന്നിട്ട് ഇത് ഒരുപാട് നേരം വലിച്ചു നീട്ടിയിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത്. രാവിലെ ഉണ്ടായിരുന്ന ചാഞ്ചാട്ടെന്നും കൈത്താങ്ങെന്ന് പറയുന്ന 2 ടാസ്ക് ഉണ്ടായിരുന്നു. 2 ജിൻഡോ വിന്നർ ആയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ സെക്കൻഡ് അർജുനൊക്കെ വന്നിട്ടുള്ള ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും കാണിച്ചില്ല. ഏതെങ്കിലും ഒരു ടാസ്ക് എങ്കിലും അപ്പൊ എപ്പിസോഡിൽ കാണിക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ BB+ൽ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. പക്ഷെ എന്നാലും എപ്പിസോഡിൽ കാണിക്കേണ്ടിയിരുന്നു ഒരെണ്ണമെങ്കിലും. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ശരിക്കും പറഞ്ഞാൽ അൺഫെയർ ആയിട്ടാണ് തോന്നുന്നത്. എപ്പിസോഡുകൾ മാത്രം കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ടിക്കറ്റ് ടു ഫിനാലെ ഒക്കെ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കട്ട് ചെയ്ത് കളയുന്നത് ശരിക്കും പറഞ്ഞാൽ കഷ്ടമാണ്. അപ്പോൾ അവരുടെയൊക്കെ സ്ക്രീൻ സ്പേസ് ബിഗ് ബോസ് മനഃപൂർവ്വം കട്ട് ചെയ്യുകയാണ്. എന്തിനാണോ എന്തോ.